ഹായ്, ഒരു സിമ്പിൾ ബീഫ് ബിരിയാണി വെക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് വേണ്ടത് ബീഫ് കഴുകിയതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തൈര്, പച്ചമുളക് ഇതെല്ലാം ചതച്ചത് വേണം ഇടാനായിട്ട്. തൈരിൻ്റെ കാര്യമല്ല കേട്ടോ, ബാക്കി പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസും ചതച്ചതാണ് നമുക്ക് വേണ്ടത്. അതിങ്ങനെ പേസ്റ്റായി പോകണ്ട, നല്ലോണം ചതച്ചത്. അതിനുശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്ത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഇതെല്ലാം നല്ലോണം ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇറച്ചീനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റിന് വെക്കുക. ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ കറിയാമ്പു, പട്ട, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, അത് ഏതാണോ ഓയിലാണോ അതിലേക്ക് ഒന്ന് വഴറ്റുക. അപ്പോഴത്തേക്കും നമ്മൾ ബീഫ് ബിരിയാണിയാണല്ലോ വെക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കുള്ള വെള്ളം വെക്കുക. വെള്ളത്തിലേക്ക് ഓൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പ്, ഏലയ്ക്ക, കുരുമുളക്, പിന്നെ തക്കോലം ഇതൊക്കെ എല്ലാം ഇട്ട് പിന്നെ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്ക്. പിന്നെ മസാലയിലേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടിയിട്ട് നമ്മൾ മാറ്റി വെക്കുക. പിന്നെ ഇറച്ചി വെന്താന്നാണ് ഞാൻ നോക്കിയത്. പിന്നെ അതിന് ശേഷം ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഇട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിന് മസാലപ്പൊടികളെല്ലാം ചേർക്കാം. അതിൽ മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഇളക്കി നല്ലോണം യോജിച്ച് അതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി അതിന് ശേഷം നമുക്ക് അരിയിൽ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു നോക്കാം. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്, ഞാനപ്പോൾ അരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ കറിയുടെ മസാലയിലേക്ക് പുതിനയില, മല്ലിയിലയും കൂടി ചേർക്കണതാണ്. നിങ്ങൾക്ക് ഞാനിങ്ങനെ അരി മസാലയും കൂടി വയ്ക്കുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ ആവുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കൺഫ്യൂഷൻ ഇല്ല, കാരണം ഇത് നമ്മൾ ഒറ്റയടിക്ക് തന്നെ രണ്ടും പെട്ടെന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ആ മസാലയിലേക്ക് നമ്മൾ തൈരാണ് ആഡ് ചെയ്യുന്നത്. തൈരും കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മസാലയ്ക്ക് നല്ല ഒരു മണം ഇങ്ങോട്ട് അടിക്കും. വാവ്! അങ്ങനെ മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് വെന്ത ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എങ്ങനെയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വേണം ബീഫിൽ ഗ്രേവി സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാനത് സെറ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ അരിയും വെന്ത് കഴിഞ്ഞു. ഞാനിത് ദം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ആ വേവിച്ച് എല്ലാം വെന്ത ബീഫിലേക്ക് ഈ വെന്ത റൈസും പിന്നെ കുറച്ച് കാഷ്നട്ടും പിന്നെ നമ്മുടെ മുന്തിരി പിന്നെ സവോള ഞാനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില മേളിലിട്ടു. അപ്പോൾ നമ്മുടെ ബീഫ് ബിരിയാണി റെഡിയായി.